ഈ ലോക ജീവിതമാകുന്ന ഓട്ടം പൂർത്തിയാക്കി കർത്താവിൻ്റെ കയ്യിൽ നിന്നും വിജയകിരീടം നേടുവാനായിട്ട് നിത്യസത്യമായ മരണം, അതായത് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ പുൽകുവാനായി മരണശയ്യയിൽ കിടക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കാതുകളിൽ അടുത്തിരിക്കുന്ന ബന്ധുമിത്രാദികൾ അവസാനമായി ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അന്ത്യകുദാശകളൊക്കെ നടത്തി ഒപ്രീഷ്മയൊക്കെ മേടിച്ച് അവസാനം ചൊല്ലിക്കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. അതായത്, ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന്. മരണശയ്യയിൽ കിടക്കുന്ന ആൾക്ക് സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെടുമ്പോഴും മനസ്സിൽ ഒരു മന്ത്രമായിട്ട് ഉരുവിടാൻ വേണ്ടിയാണ് ഉറ്റ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഈ പ്രാർത്ഥന തുടർച്ചയായിട്ടിങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനമായി വേറൊന്നും പറയാനില്ല, ഒരു വാക്യം മാത്രം: ഈശോ, മറിയ, യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ജീവിതത്തിൻ്റെ ഏത് പാതയിൽ വിജയത്തിൻ്റെ എത്ര വെന്നിക്കൊടികൾ പാറിച്ച വ്യക്തിയാണെങ്കിലും അവസാനം അയാൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിൻ്റെ, നിത്യസമ്മാനത്തിൻ്റെ അച്ചാരമെന്നോണം അയാൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരേയൊരു വചനവും ഇത് തന്നെയാണ്: ഈശോ, മറിയ, യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന്. അതെ, സ്വർഗത്തിലേക്ക് തൻ്റെ ആത്മാവ് പറന്നുയരുമ്പോൾ, പരലോകത്തേക്ക് പറന്നുയരുമ്പോൾ, ഈശോ, മറിയ, യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ, എൻ്റെ ആത്മാവിൻ്റെ കൂടെ കാണണമേ. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കാനായിട്ട് ഈശോ, മറിയ, യൗസേപ്പേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇതാണ് പ്രാർത്ഥനയുടെ ചുരുക്കം. അയാൾക്ക് ബോധം മറിഞ്ഞ് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്തും ഇതേ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറയും: ഈശോ, മറിയ, യൗസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന്. അപ്പോൾ അവസാനത്തെ പ്രാർത്ഥന എന്ന നിലയ്ക്ക്, അവസാനത്തെ പ്രത്യാശ എന്ന നിലയ്ക്ക് മനുഷ്യമക്കൾ അഭയം പ്രാപിക്കുന്ന, പ്രത്യാശ വയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ, മറിയം, യൗസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന്. ഈശോ, മറിയം, യൗസേപ്പ്, ഈ മൂന്ന് വ്യക്തികൾ ചേർന്ന കുടുംബത്തെ നമ്മൾ തിരുക്കുടുംബം എന്നാണ് പറയുക. ഹോളി ഫാമിലി. ദൈവപുത്രനായ ഈശോ, ഈശോയുടെ വളർത്തച്ഛനായ യൗസേപ്പ് പിതാവ്, തലമുറകളെല്ലാം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ, പരിശുദ്ധ മറിയം. ഈ മൂന്നാളുകൾ ചേരുന്നതാണ് തിരുക്കുടുംബം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുക: കർത്താവെ, എൻ്റെ കുടുംബത്തെയും ഒരു തിരുക്കുടുംബമാക്കി രൂപാന്തരപ്പെടുത്തണമെന്നാണ്. പ്രാർത്ഥനാവേളയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആശയമാണിത്. എൻ്റെ കുടുംബം തിരുക്കുടുംബം പോലെ ആകണം, അല്ലെങ്കിൽ ആക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയും ആഗ്രഹവും. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തിരുക്കുടുംബമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ നമ്മുടെ ഈ പ്രാർത്ഥനയും ആഗ്രഹവും മാനിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ കുടുംബത്തെ ഒരു തിരുക്കുടുംബമാക്കി തീർത്താൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. നമുക്കറിയാം, യൗസേപ്പ് പിതാവ് ജോസഫ് ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു, ഒരു കാർപ്പൻ്റർ. അത്യാവശ്യം മോശമില്ലാതെ
ജീവിക്കാൻ സാധിക്കുന്ന ഒരു തൊഴിൽ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ITI പഠിച്ചവർ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആശാരിപ്പണി, അതുപോലെ മറിയത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉള്ളതായിട്ട് പറയപ്പെടുന്നില്ല. അങ്ങനെ ആശാരിപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്ന ജോസഫാണ് 13 വയസ്സ് പ്രായമുള്ള മറിയത്തെ വിവാഹം കഴിക്കുന്നത്. മറിയം നമുക്കറിയാം കുഞ്ഞുനാൾ മുതൽ ദൈവത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട് ജെറൂസലം ദേവാലയത്തിൽ രക്ഷകനെ പ്രതീക്ഷിച്ച് രക്ഷകൻ്റെ അമ്മയാകുവാൻ പ്രാർത്ഥിച്ച് അവിടെ കഴിഞ്ഞിരുന്ന അനേകം കന്യകമാരിൽ ഒരാൾ ആയിരുന്നിരിക്കണം. അങ്ങനെയുള്ള ആ കന്യകയെ, പരിശുദ്ധ മറിയത്തെ വിവാഹം കഴിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ലഭിക്കുന്നത് ജോസഫിനാണ്. നമ്മുടെ ഈ ചിത്രത്തിലൊക്കെ കണ്ടിരിക്കുന്നത് ജോസഫ് ഒരു പ്രായമായ മനുഷ്യനായിട്ടാണ്. പക്ഷെ അന്നത്തെ സമ്പ്രദായം വെച്ച് നോക്കുമ്പോൾ ഈ ജോസഫ് അത്ര പ്രായാധിക്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് ചിന്തിക്കാൻ വയ്യ. മറിയത്തിന് 13 വയസ്സാണെങ്കിൽ അന്നത്തെ രീതി അനുസരിച്ച് ജോസഫിന് ഒരു പക്ഷേ ഒരു 17 അല്ലെങ്കിൽ 20 വയസ്സിനിടയ്ക്കുള്ള ഒരു പ്രായം ആയിരുന്നിരിക്കണം. എല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെ അനേകം അഭിലാഷങ്ങളുള്ള, ജീവിത ലക്ഷ്യങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള ഒരു യുവാവ്. ഈ യുവാവാണ് മറിയത്തോടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു കുടുംബജീവിതം, വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. വചനം പറയുകയാണ്, പക്ഷേ അവർ, ജോസഫും മറിയവും സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടുവെന്ന്. ഈ ജോസഫ് നീതിമാനായതിനാൽ മറിയത്തെ അവമാനിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്, അവൻ നീതിമാനായതുകൊണ്ടും അവൻ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് ബൈബിളിൽ പറയുക. നമുക്കറിയാം അന്നത്തെ രീതി അനുസരിച്ച് സഹവസി കൂടി താമസിക്കുന്നതിന് മുമ്പ് ഒരു യുവതി ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള നിയമവ്യവസ്ഥതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും മറിയത്തിന് ഒരു അപമാനമോ ഒരു അപകടമോ ഉണ്ടാകുവാൻ ആഗ്രഹിക്കാത്ത നീതിമാനായ ജോസഫ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് വചനം പറയുക. ഈ രഹസ്യത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ഉള്ള പ്രത്യേകത, കുറ്റം ജോസഫിൻ്റെ മേലാവും. ജോസഫ് ചതിച്ചിട്ട് വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് സമൂഹം കരുതുകയും അങ്ങനെ ഒരു പക്ഷേ മറിയം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ മറിയത്തിന് അപമാനവും മരണവും ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി സ്വയം അപമാനം ഏറ്റെടുക്കുന്ന നീതിമാനായി ജോസഫിനെ നമ്മൾ കാണുന്നു. നമുക്കറിയാം ഇന്ന് ഏതൊരു ചെറുപ്പക്കാരനും ഈ ഒരു സാഹചര്യം വന്നാൽ രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ അവൻ തൻ്റെ വധുവിനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകും. കാരണം അവൻ അവൻ്റെ കാര്യം നോക്കുകയുള്ളൂ. പക്ഷേ ജോസഫ് തൻ്റെ കാര്യത്തേക്കാൾ ഉപരി മറിയത്തിൻ്റെ ജീവനും ജീവിതത്തിനും പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കാണാം. ഏതായാലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതനുസരിച്ച് ദൈവദൂതൻ പറയുന്നുണ്ട്, ജോസഫെ നീ ശങ്കിക്കേണ്ട, നിൻ്റെ ഭാര്യ പരിശുദ്ധാത്മാവിലാണ് ഗർഭവതിയായിരിക്കുന്നത് എന്ന്. പക്ഷെ ഒരു സംശയം ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. ഈ മറിയം ഗർഭിണിയാണ് എന്ന് ജോസഫ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് കാര്യം. മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. ജോസഫ് നീതിമാനായതിനാൽ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാലാഖ അവന് പ്രത്യക്ഷപ്പെടുന്നത്. അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ അർത്ഥം അവനതേപ്പറ്റി അറിഞ്ഞു, കേട്ടു. ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് കാര്യം. ജോസഫ് ഇതെങ്ങനെ അറിഞ്ഞു? ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ശങ്കിക്കണ്ട എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ജോസഫ് എങ്ങനെയാണ് അറിഞ്ഞത് മറിയം ഗർഭിണിയാണെന്ന്? ഒന്നുകിൽ മറിയം നേരിട്ട് അറിയിക്കണം. കാരണം
ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും അന്നില്ല വിളിച്ചു പറയാനായിട്ട്. പക്ഷെ അന്നത്തെ രീതി അനുസരിച്ച് ഈ വിവാഹം നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്ന ഒരു രീതി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് ഈ ജോസഫ് അറിഞ്ഞത് മറിയാം ഗർഭിണിയാണെന്നും രഹസ്യമായിട്ട് ഉപേക്ഷിക്കാമെന്നും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ജോസഫ് ഇതെങ്ങനെ അറിഞ്ഞു? അതൊരു മെയിൻ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ ജോസഫ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ഭാവി ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം, ഒരുങ്ങുന്ന ഒരു കാലഘട്ടം ആയിരിക്കാം അത്. അപ്പോൾ ആ സമയത്തായിരിക്കാം നിവേശിതമായിട്ടുള്ള ഒരു സന്ദേശമെന്നോണം ജോസഫിന് അറിവ് ലഭിക്കുന്നത്. അതെങ്ങനെ ലഭിച്ചു എന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല. അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് മറിയത്തിൻ്റെ അമ്മയോ ചാർച്ചക്കാരോ ആരെങ്കിലുമൊക്കെ ജോസഫിൻ്റെ ബന്ധുക്കളോടോ ചാർച്ചക്കാരോടോ അടുത്ത ഉത്തരവാദിത്തങ്ങളോടൊക്കെ പറഞ്ഞ് എങ്ങനെയായാലും ജോസഫ് ഇതറിഞ്ഞു എന്നുള്ളതാണ്. ജോസഫിനത് ആരറിയിച്ചു എന്ന് നമുക്കറിയില്ല. ഏതായാലും ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ മാലാഖയുടെ അരുൾപ്പാടനുസരിച്ച് ആ സ്വയം തീരുമാനം മാറ്റി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ തന്നെ അവൻ വീണ്ടും തീരുമാനമെടുക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വിളിക്കുന്നത് ജോസഫിൻ്റെ കുടുംബത്തെ തിരുക്കുടുംബം എന്നാണ്. ഈ ഒരു ചുറ്റുപാടിൽ ഏതെങ്കിലും ഒരു യുവാവ് തൻ്റെ കുടുംബം ഒരു തിരുക്കുടുംബമാണ് എന്ന് കരുതുമോ? പിന്നീട് നമുക്കറിയാം, ഉണ്ണീശോ പിറക്കുന്നത് കാലിത്തൊഴുത്തിലാണ്. യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെ ചാണകം മണക്കുന്ന ആ തൊഴുത്തിലെ പുൽക്കൂട്ടിലാണ് ഉണ്ണി പിറക്കുക. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഗർഭിണിയായ ഭാര്യ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു തൊഴുത്തിലാണ് എങ്കിൽ ആ കുടുംബത്തെ ഒരു തിരുക്കുടുംബമായിട്ട് ആ ദമ്പതികൾക്ക് കരുതാനാകുമോ? അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെ മനസ്സിലാക്കുമോ? ഏതായാലും ഉണ്ണി പിറന്നു. പിന്നീട് വരുന്ന മറ്റൊരു ഷോക്കാണ്. ജോസഫിനോട് മാലാഖ പറയുകയാണ്, നീ ഉണ്ണിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുക എന്ന്. ഈ മാലാഖയുടെ ദർശനങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അത് വിശ്വസിക്കുകയും അതനുസരിച്ച് അനുവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ജോസഫ്. ഇപ്പോൾ നമ്മളാരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയായിട്ട് കാണപ്പെട്ടു, മാലാഖ എന്ന് പറഞ്ഞു സ്വപ്നത്തിൽ ഇത് പരിശുദ്ധാത്മാവിലാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് കാര്യമായിട്ട് കരുതുമോ? നമ്മൾ വിചാരിക്കും അത് വെറുതെ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ വെറുതെ ഒരു പേട്ട് സ്വപ്നമാണ്. സ്വപ്നത്തിലൂടെ അങ്ങനെയൊക്കെ കാണും, പറയും. പക്ഷേ എൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് ഞാനങ്ങനെ അവളെ ഭാര്യ ആയിട്ടൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്താഗതി ആയിരിക്കില്ല നമ്മളൊക്കെ എടുക്കുക. ഏതായാലും ഉണ്ണി പിറന്നു കഴിഞ്ഞത് വീണ്ടും മാലാഖ സ്വപ്നത്തിൽ പറയുകയാണ് ഈജിപ്തിലേക്ക് പോകാൻ. നല്ല കാര്യമായിപ്പോയി. 40 വർഷമെടുത്തു ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ഈ അപ്പത്തിൻ്റെ നാട്ടിലേക്ക്, ഈ ബത്ലഹേമിലേക്ക് എത്തുവാനായിട്ട്. അതും ദൈവം മന്നയും കാടപ്പക്ഷിയും കൊടുത്ത് മേഘസ്തംഭവും സ്തംഭവുമൊക്കെയായി മാർഗനിർദ്ദേശം നൽകി, ചെങ്കടലിനെ പോലും പകുത്തു കൊടുത്ത് അത്രമാത്രം സംരക്ഷണ വലയത്തിൽ അവരെ കൊണ്ടുവന്നെങ്കിലും നേതാവിന് ഈ വാഗ്ദാന നാട്ടിലെത്താൻ പറ്റിയില്ല, നമുക്കറിയാതെ മോശയ്ക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് കൊച്ചുകുട്ടിയെയും കൊണ്ട് അതേ ദൂരം പിന്നിട്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള മാലാഖയുടെ ഉപദേശം ഉണ്ടാവുക ദർശനത്തിൽ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു യുവാവാണെങ്കിൽ എന്ത് ചിന്തിക്കും? വരുന്നിടത്ത് വെച്ച് കാണാം, ഒന്നുമില്ലേലും
ദൈവത്തിൻ്റെ പുത്രനല്ലേ, ദൈവത്തിന് വേണമെങ്കിൽ രക്ഷിക്കാമല്ലോ. ഇനി ആ പുത്രന് ശക്തിയില്ലേ? ഞാൻ എങ്ങനെയാണ് ഈജിപ്തിലേക്ക് ഓടുക? അത് 40 വർഷം എടുക്കും, 40-ലേറെ വർഷം എടുക്കും. അപ്പോൾ ഈശോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 40 വയസ്സുള്ളൊരു വ്യക്തിയായിത്തീരും. ഇതൊന്നും പ്രാക്ടിക്കലല്ല. അല്ലെങ്കിൽ തന്നെ അഥവാ എങ്ങനെയെങ്കിലും അവിടെ എത്തിയെന്ന് കരുതുക, എത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഭക്ഷണം, പാനീയം ഇതൊന്നുമില്ല കയ്യിൽ. എത്തിയാൽ തന്നെയും ചെങ്കടലിൽ കിടക്കണം. ചെങ്കടലിൽ വിഭജിക്കാനൊന്നും പോകുന്നില്ല. വിഭജിച്ചാൽ തന്നെ അയാളുടെ എങ്ങനെ ഇറങ്ങി നടക്കുന്നത്? എത്രയാൾ ചെളി കാണും അതിനകത്ത്, ആ ചെങ്കടലിൽ. ഇതൊക്കെ പ്രാക്ടിക്കലായ കാര്യമാണ്. ഇതൊക്കെ വെറും ഒരു തോന്നലാണ്, സ്വപ്നമാണെന്ന് കരുതി നമ്മളതിനെ തള്ളിക്കളയുകയല്ലേ ഉള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ അടുത്തോ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി നമ്മളിതേക്കുറിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കും, പലരിൽ നിന്നും മെസ്സേജ് എടുക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രീതി പറഞ്ഞ് തോന്നലാണ്, സാരമില്ല, പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ അതിന് ഈ പ്രതിവിധി ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കും. പക്ഷേ ജോസഫ് ഇതൊന്നുമല്ല ചെയ്തത്. മാലാഖയുടെ സന്ദേശത്തെ ദൈവത്തിൻ്റെ സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ദൈവമേൽപ്പിച്ച ആ ഉത്തരവാദിത്വം, കടമയും എന്ത് വില കൊടുത്ത് നിറവേറ്റുവാനായിട്ട് ജോസഫ് തീരുമാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ഈ ജോസഫ് നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി മാറുക, തിരുക്കുടുംബത്തിൻ്റെ നാഥനായിട്ട് മാറുന്നത്. ഇനി അവർ ഈജിപ്തിലെത്തി, അവരെങ്ങനെ ജീവിച്ചു എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പരദേശമാണ്, എങ്ങനെയെങ്കിലും എത്തിക്കാണും, നമുക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ നോക്കുക, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈശോയുടെ ഈ ഗാഗുൽത്താമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പീലാത്തോസിൻ്റെ അരമനയിൽ ആണ് എന്നാണ്. പക്ഷേ യേശുവിൻ്റെ യഥാർത്ഥ ഗാഗുൽത്താമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ ബെത്ലഹേമിൽ നിന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈജിപ്തിലേക്കുള്ള പലായനം തുടങ്ങുന്നതോടെയാണ് ഈശോയുടെ കുരിശിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ ഈജിപ്തിൽ കുറച്ച് ദിവസം താമസിച്ചു. പിന്നെ അവർ വീണ്ടും തിരിച്ചു വരികയാണ് നസ്രത്തിലേക്ക്. മാലാഖയുടെ പ്രത്യേക അരുൾപ്പാട് അനുസരിച്ച് ബെത്ലഹേമിലേക്ക് പോകാതെ നസ്രത്തിലേക്ക് അവിടെ താമസിക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കുവാനായിട്ടും മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ടും ജനിച്ച ഈശോ മുറിവുകളുടെ ആകെ തുകയല്ലായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ ആന്തരിക മുറിവുകൾ ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും, തിരസ്കരണം, പേരുദോഷം, എന്തെല്ലാം ആന്തരിക മുറിവുകൾ ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായിക്കാണും. പിന്നീടോ മരം കോച്ചും തണുപ്പത്ത് പുൽക്കൂട്ടിൽ നല്ലൊരു വസ്ത്രം പോലും പുതയ്ക്കാനില്ലാതെ, പുതപ്പില്ലാതെ പുൽക്കൂട്ടിലേക്ക് പിറന്നു വീഴുന്നു. ഒന്ന് ചിന്തിക്കാം, എത്രമാത്രം മുറിവുകളാണ്. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, വിദൂരത്തുള്ളൊരു നാട്ടിലേക്ക് അമ്മയോടും അപ്പനോടൊപ്പം പോവുക. ആ അമ്മയുടെ മനസ്സിൽ അല്ലെങ്കിൽ അപ്പൻ്റെ മനസ്സിലുണ്ടായേക്കാവുന്ന ആശങ്കകൾ, ഭയാശങ്കകൾ, അതെല്ലാം ഈ ഉണ്ണിയിലേക്ക് വരേണ്ടതല്ലേ? ആ ദുഃഖം നിറഞ്ഞ യാത്രയിലൂടെ ഈജിപ്തിലെത്തിയ ഈശോ പിന്നീട് വീണ്ടും നസ്രത്തിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിലെത്തുന്നു, കാണാതാകുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. 30 വയസ്സ് വരെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, സ്നേഹത്തിലവൻ വളരുകയാണ്, വിനയാനുതനായി. ഇതിനിടയ്ക്കൊരു കാര്യം സംഭവിക്കുന്നുണ്ട്, യോസേപ്പ് പിതാവിൻ്റെ മരണം. പാരമ്പര്യം പറയുന്നത് ഈശോയ്ക്ക് ഏകദേശം ഒരു 15 വയസ്സുള്ളപ്പോഴായിരിക്കാം യോസേപ്പ് പിതാവ് മരണപ്പെട്ടതെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തൻ്റെ കുടുംബം ഒരിടത്ത് എത്തിയിട്ടില്ല. മകന് 15 വയസ്സ്, അവന് സ്വന്തം തൊഴിലൊന്നും അറിയില്ല. കാരണം പിന്നീട് ആശാരിപ്പടി ചെയ്യുന്നതായിട്ട് നമ്മളൊരിക്കലും ഒരിടത്തും കാണുന്നില്ല. ജീവിക്കാനൊരു തൊഴിലറിയില്ല, 15 വയസ്സേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ വേലയും കൂലിയില്ല, അവൻ്റെ അമ്മയ്ക്ക് വേലയും കൂലിയില്ല. അവരെങ്ങനെ ജീവിക്കും? എന്ത് പ്രത്യാശയാണുള്ളത്? എന്ത് ഭാവിയാണ് അവർക്കുള്ളത്? എത്രമാത്രം വിവശനായി, നിരാശയിൽ
ആകേണ്ട ഒരു മരണമായിരുന്നിരിക്കണം ജോസഫിൻ്റെ. പക്ഷേ ജോസഫ് ഭാഗ്യമരണത്തിൻ്റെ മധ്യസ്ഥനായിട്ടാണ് കരുതപ്പെടുക. എന്തൊരു ഭാഗ്യമരണമാണ്, ചിന്തിച്ചു നോക്കിയേ. മുന്നോട്ട് ജീവിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. മകന് 15 വയസ്സ്. നമുക്കാണെങ്കിൽ ഇത് മാത്രം മതി, ദൈവത്തെയും ഭാവിയെയൊക്കെ ശപിച്ചുകൊണ്ട് ജീവിതം നരകപൂർണ്ണമാക്കുവാൻ. പക്ഷേ യോസേപ്പ് പിതാവ് ഇതെല്ലാം ദൈവത്തിൻ്റെ ഇംഗിതമാണെന്ന് കരുതി എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച ഒരു ജീവിതം നയിച്ചതുകൊണ്ടാണ് കുരിശിൻ്റെ, സകലത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, വിഷമത്തിൻ്റെ, വേർപാടിൻ്റെ ഒരു ജീവിതം നയിച്ചതുകൊണ്ടാണ് തിരുക്കുടുംബത്തിൻ്റെ നാഥനായി മാറിയത്. ഇനി യോസേപ്പ് പിതാവിൻ്റെ മരണശേഷം നമുക്കറിയാം, മാതാവ് ഈശോയെ വളർത്തുകയാണ്. അത്ര എളുപ്പമായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈശോയ്ക്ക് 15 വയസ്സാണെങ്കിൽ മാതാവ് 13 വയസ്സ് കല്യാണം കഴിച്ചുവെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം മാതാവിൻ്റെ പ്രായം എത്രയാണ്. അപ്പം അത്ര ചെറുപ്പത്തിൽ തന്നെ വിധവയായി മാറുന്ന ഒരു പെൺകുട്ടി, ജോലിയില്ല, കുടുംബം പുലർത്താനുള്ള ഒരു വകയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാദിക്കാം, ഈശോ ഉണ്ണിയായിട്ട് പുൽക്കൂട്ടി കിടന്നപ്പോൾ ഈ 3 രാജാക്കന്മാർ വന്ന് സ്വർണവും മീറയും കുന്തിരിക്കൊക്കെ കാഴ്ചവെച്ചില്ല, ആ സ്വർണം വിറ്റാൽ പോരെ എന്നൊക്കെ. നമുക്കറിയില്ല, ഒരുപക്ഷെ ആ സ്വർണ്ണമൊക്കെ ആയിരിക്കാം ഈജിപ്തിലേക്കുള്ള പലായന വേളയിലും അവിടെയും ജീവിക്കാനായിട്ട് സഹായിച്ചു, നമുക്കറിയില്ല. ഏതായാലും മാതാവ് പ്രത്യാശ വെച്ചത് സ്വർണത്തിലോ മീറയിലോ കുന്തിരിക്കത്തിലോ ലൗകിക വസ്തുക്കളിലോ അല്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ദൈവത്തിന് സമർപ്പിച്ച് അടിയറ വെച്ചപ്പോൾ ആ നിമിഷം മുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ തലമുറകൾ ഭാഗ്യവതി എന്ന് കരുതും എന്ന് പറയുക. ഏത് സഹനത്തിലും വിഷമത്തിലും പ്രയാസത്തിലും എന്ത് കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളൊരു മനോഭാവം, എളിമ, വിശുദ്ധി. നമ്മളിൽ എത്ര പേർക്ക് എൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ടതാണെന്ന് പറയാൻ സാധിക്കും? ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു, വിധവയായി, 15 വയസ്സുള്ളൊരു മകൻ. എത്ര പേർക്ക് പറയാൻ സാധിക്കും ചങ്കിൽ കൈവച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ടതാണ് എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ അമ്മ തിരുക്കുടുംബത്തിൻ്റെ അമ്മയായി മാറുന്നത് കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ നല്ലതായിരുന്നുകൊണ്ടോ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടായിരുന്നുകൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ എല്ലാ സാഹചര്യങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് തൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, അവിടുത്തെ വചനം പോലെ ഇംഗിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ആ ഒരു മനോഭാവം, എളിമയും വിശുദ്ധിയും വിനയവുമാണ് മറിയത്തെയും തിരുക്കുടുംബത്തിൻ്റെ അമ്മയാക്കി മാറ്റുന്നത്. ഇതേ മനോഭാവം യേശുവിലുമുണ്ടായി. തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇംഗിതം ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ഈശോയും തീരുമാനിക്കുകയാണ്. ഈശോയ്ക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്താണ് നമ്മൾ ചെറുപ്പക്കാരോട് പറയുന്നതാണ്, നീ അവിടെ പോ, ഇവിടെ പോ, പണം സമ്പാദിക്കുക. നമ്മളാണെങ്കിൽ അമ്മ ഉപദേശിച്ചേനെ, മകനെ, പിതാവ് മരിച്ചു, ഇനി നീ വേണം കുടുംബം നോക്കാൻ, നീ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, തൊഴിൽ പഠിക്കുക അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുക, നാളെ മുതൽ നീയാണ് ഈ കുടുംബം പുലർത്തേണ്ടത്, നമ്മൾ ഉപദേശിച്ചേനെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ഈശോ എന്തെങ്കിലും സമ്പാദിച്ചതായിട്ടും ബൈബിളിൽ കാണുന്നില്ല. എന്തിനേറെ കയറിക്കിടക്കാൻ ഒരു വീടോ സമ്പത്തോ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈശോയുടെ മരണശേഷം പരിശുദ്ധ അമ്മ തൻ്റെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടുന്നത് തൻ്റെ മകൻ്റെ ശിഷ്യനായിട്ടുള്ള യോഹന്നാൻ്റെ വീട്ടിലാണ്. അങ്ങനെയുള്ളൊരു വീടിനെ തിരുക്കുടുംബമാണെന്ന് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഭർത്താവ് മരിക്കുന്നു, ഒരേ ഒരു മകൻ, ഏറ്റവും നിന്ദ്യമായ രീതിയിൽ എന്തൊക്കെ നിർവചനങ്ങൾ കൊടുത്താലും, എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകിയാലും, എങ്ങനെയൊക്കെ ആശ്വസിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും സത്യം എന്താണ്? നികൃഷ്ടമായ പാപികൾക്ക് വേണ്ടി പ്രത്യേകം നടത്തപ്പെട്ടിരുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും പാപികളിൽ പാപിയായിട്ടുള്ളവർക്കും ദുഷ്ടന്മാർക്കും മാത്രം നൽകിയിരുന്ന കുരിശുമരണം, അതാണ് ഈശോയ്ക്ക് ലഭിച്ചത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോ പാപിയാണ്. മകന് കുരിശുമരണം, അതിനുശേഷമോ തൻ്റെ ജീവിതമോ ഒരു ശിഷ്യൻ്റെ വീട്ടിൽ. ഇങ്ങനെയുള്ളൊരു കുടുംബത്തെ നമുക്ക് തിരുക്കുടുംബം എന്ന് കരുതാൻ പറയാൻ സാധിക്കുമോ?
സ്വന്തമായി കയറി കിടക്കാൻ ഒരു വീട് പോലുമില്ല, യാതൊന്നുമില്ല. ദൈവത്തിൻ്റെ അമ്മയാണ് പോലും, ഭാഗ്യവതിയാണ് പോലും. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കില്ലേ, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, തൻ്റെ മകൻ പോയി, ഞാനും പോയേക്കാം എന്നായിരിക്കില്ലേ പലരും നമ്മളിൽ പലരും ചിന്തിക്കുക. പക്ഷെ പരിശുദ്ധ മറിയം എന്താണ് ചെയ്തത്? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുക. പരിശുദ്ധ മറിയത്തിന് ആദ്യമേ തന്നെ അറിയാമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്കൊക്കെ കുരിശുമരണം എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ദീപബലി അർപ്പിക്കുമ്പോഴോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളാണെങ്കിൽ, താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ തൻ്റെ സ്വർഗാരോപിതയായി പോകുന്ന ആ നിമിഷം വരെ മറിയത്തിൻ്റെ മനസ്സിൽ ഈ കുരിശുമരണം നിത്യസത്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമയിലെന്ന മോണെ രാത്രിയും പകലും അലട്ടിയിരുന്നിരിക്കണം. പ്രത്യേകിച്ച് ശമയോൻ പറഞ്ഞപ്പോൾ, ഒരു വാൾ നിൻ്റെ ഹൃദയത്തെ കീറും എന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ, ശരിക്കും വാസ്തവത്തിൽ ഒരു വാൾ എല്ലാ നിമിഷവും ഈ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെയുള്ളൊരു കുടുംബത്തെ നമുക്ക് തിരുക്കുടുംബം എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെ പേരിലായിരിക്കും വിളിക്കുക, ധ്യാനിക്കുക. ഇനി അങ്ങനെ ഈശോയോ ആകാശത്തിനും ഭൂമിക്കും മധ്യേ എല്ലാവരും നിന്ദിക്കപ്പെട്ട്, എല്ലാം മനുഷ്യന് ചിന്തിക്കാൻ പോലും വയ്യാത്ത രീതിയിൽ നിന്ദിക്കപ്പെട്ട് നഗ്നനായി കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ളൊരു കുടുംബത്തെ നമുക്ക് തിരുക്കുടുംബം എന്ന് വിളിക്കാനാകുമോ? നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകാമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് എൻ്റെ കുടുംബത്തെ ഒരു തിരുക്കുടുംബമാക്കി മാറ്റണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതൊക്കെയാണോ? സത്യത്തിൽ ചിന്തിച്ചു നോക്കിയേ. ഇങ്ങനൊരു കുടുംബം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭർത്താവ് മരിക്കുന്നു, മകൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണപ്പെടുന്നു, കുരിശു മരണം, താൻ അവൻ്റെ ജീവിതവും തീരുന്നു. ഇങ്ങനെയൊരു കുടുംബത്തിൻ്റെ ഒരു ചിത്രമാണോ നമ്മുടെ മനസ്സിൽ തിരുക്കുടുംബം എന്ന് പറയുമ്പോൾ ഉണ്ടാവുക? ഏറ്റവും ദുരിതപൂർണമായ ഒരു കുടുംബമായിട്ടല്ലേ നമ്മളതിനെ കാണുകയും പറയുകയും ചെയ്യുള്ളൂ. ചിന്തിച്ചു നോക്കി, ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ ഏത് കുടുംബത്തെയാണ്, എത്രത്തോളം കുടുംബത്തെയാണ് നല്ല കുടുംബമായിട്ട് കരുതുക? ആ മക്കളെല്ലാം നല്ല ജോലിയിലും നല്ല സമ്പത്തും കാറുകളും AC റൂമുകളും എല്ലാവിധ സുഖസൗകര്യങ്ങളുമുള്ള മണിമാളികയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഭാഗ്യപ്പെട്ടവരായിട്ട് കരുതുക. അല്ലാത്തവരെയോ ഹതഭാഗ്യര്. നമ്മളെന്ത് പറയും? അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അവനെ അനുഭവിക്കണേ, അവൻ്റെ പൂർവ്വികരോ അവനോ ആൾക്കാരെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. ദൈവം ശിക്ഷ കൊടുത്താ, ദൈവം പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ അപ്പം കൊടുക്കുക, അതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ എന്ന് നമ്മൾ വിധിക്കുകയല്ലേ ഉള്ളൂ. അന്ന് ഈശോ കുരിശിൽ കിടന്നപ്പോൾ കടന്നുപോയവർ ഈശോയെ വെല്ലുവിളിച്ചതുപോലെ, നീ ദൈവത്തിനാണെങ്കിൽ ഇറങ്ങുക എന്ന് പറഞ്ഞതുപോലെ നമ്മളും ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുകയില്ലേ? ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം മെച്ചമാക്കിത്താ, എൻ്റെ പ്രാർത്ഥന കേൾക്ക്, എൻ്റെ മക്കളെല്ലാം വിദേശത്തേക്ക് വിട്, എനിക്ക് സുഖസൗകര്യങ്ങൾ താ. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. നിത്യേന പള്ളിയിൽ പോവും, പ്രാർത്ഥന ചെയ്യും, നമ്മൾ ധ്യാനത്തിന് പോവും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഭാവനയിലുള്ള ഒരു തിരുക്കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഭാവനയിലെ തിരുക്കുടുംബം എന്താണ്? എല്ലാ ലൗകിക സുഖങ്ങളും സമ്പത്തുമുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മക്കളുടെ ജോലിയും ആരോഗ്യവും നല്ല സമ്പത്തും ശമ്പളവും. ഇതൊക്കെയാണ് നമ്മുടെ ഭാവനയിലും ചിന്തയിലും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കരുതുക. അല്ലാതെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കരുതാറില്ല. ഒരു അസുഖം വന്നാൽ, മകൻ മരണപ്പെട്ടാൽ, ഭർത്താവ് മരണപ്പെട്ടാൽ, മറ്റുള്ളവർ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയാൽ, ഇതിനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് കാണുന്നുണ്ടോ? ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും പെട്ട കാര്യമായിട്ട് നമ്മൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ വെറുതെ വാക്കിന് വേണ്ടി പറയാമെന്നല്ലാണ്ട് നമ്മൾ തിരുക്കുടുംബം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത വേറെയാണ്. അതാണ് ദൈവവും പറഞ്ഞത്, നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്ത പോലെയല്ല. നമ്മുടെ ചിന്തകളിൽ തിരുക്കുടുംബം, ഭാഗ്യപ്പെട്ട കുടുംബം എന്നൊക്കെ പറയുന്നത് ലൗകിക സമ്പത്തും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുള്ള കുടുംബത്തെയാണ്. അല്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കഷ്ടപ്പാടും പ്രയാസവും പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തെ നമ്മളൊരിക്കലും ഭാഗ്യപ്പെട്ട കുടുംബമെന്നോ തിരുക്കുടുംബമെന്നോ പറയാനായിട്ട് നമ്മളൊരിക്കലും തുനിയേല, നമുക്കത് സാധിക്കുകയുമില്ല.
അപ്പോൾ നമ്മൾ തിരുക്കുടുംബം എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും ജീവിച്ചു പോയ യൗസേപ്പ് പിതാവ് പണിതുണ്ടാക്കി 3 പേരും ജീവിച്ച ആ കുടുംബം തന്നെയാണോ നമ്മൾ തിരുക്കുടുംബം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മണി മാളികകളെയും ബാങ്ക് ബാലൻസിനെയും സുഖ സൗകര്യങ്ങളെയും എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എന്നിട്ട് എളിമയുടെ, ദാരിദ്ര്യത്തിൻ്റെ, വിനയത്തിൻ്റെ, വിശുദ്ധിയുടെ ഒരു ജീവിതം ഉണ്ടാകുവാനായിട്ട് എന്നെയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പണത്തിൻ്റെ ദ്രവ്യാസക്തിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ദൈവം എന്താണോ വിഭാവനം ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു കുടുംബം അതാകുവാനായിട്ട് നമുക്ക് യത്നിക്കാം. അവിടെ പങ്കുവയ്ക്കലിൻ്റെയും പകുത്തു കൊടുക്കലിൻ്റെയും പാഠങ്ങളുണ്ട്. ഉള്ളതുകൊണ്ട് ഉള്ളം നിറഞ്ഞ ഹൃദയത്തോടെ പങ്കുവച്ച് മറ്റുള്ളവരുമായി എൻ്റെ ആത്മീയ സമ്പത്ത് ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നത് പോലെ തന്നെ നമ്മളൊക്കെ അങ്ങനെയാണ്. ഇപ്പം ആത്മീയ സമ്പത്ത് പങ്കുവയ്ക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ആത്മീയമായിട്ടുള്ള വചനങ്ങൾ പറയും, വചനങ്ങൾ പഠിക്കും, അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കും, പ്രസംഗിക്കും, ഇതൊക്കെ ചെയ്യും. എല്ലാ ആത്മീയ കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കും. പക്ഷേ നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ടോ? ഇപ്പം എനിക്ക് ഒരു വലിയ വീടുണ്ടെന്ന് കരുതുക, ഞാൻ വലിയ പങ്കുവാക്കിനെ പറയും, നിന്നെപ്പോലെ എൻ്റെ ആൾക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും. പക്ഷേ ദരിദ്രനായ എൻ്റെ ആൾക്കാരൻ എൻ്റെ വീട്ടിൽ വന്നാൽ അവനെ എന്നെപ്പോലെ ഞാൻ കരുതുമോ? എന്നെപ്പോലെ വീട്ടിൽ ആരെങ്കിലും കരുതുമോ? നമ്മൾ വൈകുന്നേരം ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ചേട്ടാ പോകുന്നില്ലേ, എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചില്ലറ കാശ് കൊടുക്കും. അല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് ഒരിടത്ത് പോവാട്ടോ, ഞങ്ങൾക്കൊരു അർജൻറ്റ് ഇത് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറയും. എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാക്കി നമ്മൾ ആ വ്യക്തി അവിടെ നിന്ന് പറഞ്ഞു വിടില്ലേ? അല്ലാണ്ട് ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ കഴിയാനായിട്ട് നമ്മൾ സമ്മതിക്കുമോ? വെറുതെ പറയാം, അന്യരെ നമ്മളെപ്പോലെ കരുതണം എന്നൊക്കെ പറയുമെന്നല്ലാണ്ട് പ്രവൃത്തിയിൽ നമുക്ക് എന്തേലും ഉണ്ടോ? എന്തിനേറെ പറയുന്നു, നമുക്കറിയാം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആ വ്യക്തി പിന്നെ ശവന്നാ പറയുക. അവിടെയെങ്കിലും സമാനതയുണ്ടോ? എനിക്ക് മറ്റുള്ളവരെല്ലാം പൊങ്ങി നിൽക്കണം. സിംസ്തേരുടെ കാര്യം എടുത്തു നോക്കിയേ, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ആ സിംസ്തേരിയിലെ ആ കലറയുടെ മുഴുപ്പ് കണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവൻ കുലീന കുടുംബം, ഇവൻ താഴ്ന്ന വർഗം. അതിൻ്റെ ആ മാർബിളിൻ്റെ അതിൽ മുടക്കിയിരിക്കുന്ന പണത്തിൻ്റെ ആ ആഴവും പരപ്പും നോക്കിയാണ് നമ്മൾ ആ കുടുംബത്തിൻ്റെ അന്തസ്സും എന്താണ് പറയുക, തറവാടിത്തമൊക്കെ നമ്മൾ കരുതുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അവിടെ പോലും നമുക്ക് തുല്യതയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ വീട്ടുപേര്, എവിടെ പേര്, അതുപോലും മനസ്സിലാക്കാനുള്ളൊരു വിശാല ഹൃദയം നമുക്കില്ല. അതിനേക്കാളേറെ നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആ വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകളെങ്കിലും ഒരു ഇടവകയിലുള്ള ജനങ്ങളെല്ലാവരുടെ കൂടി ഒരുമിച്ച് അത് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് തിരുക്കുടുംബങ്ങളിലാണോ അതെയോ വെറും സ്വപ്ന ലോകത്താണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബത്തെ ആക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇനി മുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് തീരുമാനിക്കാം. വെറുതെ ജൽപ്പനങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥനകൾ മാറാതിരിക്കട്ടെ. നമ്മൾ ശരിക്കും ഈ ഈശോ മറിയ യോസേപ്പെ എന്ന് പറയുമ്പോൾ അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യസ്ഥരായിട്ട് കരുതുന്നുണ്ടോ? ഏകമധ്യസ്ഥനായ യേശുവിനെ നമ്മൾ നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മധ്യസ്ഥനായിട്ട് നമ്മൾ കരുതുന്നുണ്ടോ? ഈശോ കുടുംബത്തിന് നാഥൻ എന്നൊക്കെ എഴുതി വെക്കും വലിയ ഭംഗിക്ക്. പക്ഷേ വാസ്തവത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ വീടിൻ്റെ നാഥൻ യേശു ആണോ? ചിന്തിക്കുക. ആരാണ് എൻ്റെ വീടിൻ്റെ നാഥൻ? യേശു ആണോ? യേശു തരുന്ന പ്രചോദനമനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പന പാലിക്കും. എന്താണെന്ന് കൽപ്പന? എന്താ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞില്ല. അത് എളുപ്പമുള്ള കാര്യമാണ്. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നൊക്കെ നമുക്ക് എവിടെ പോയിരുന്നും പാടാം, കൈയടിച്ച് പാടാം, ഒക്കെ ചെയ്യാം. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ വേറൊരാളെ എന്നെപ്പോലെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പന പാലിക്കും. എന്താണെൻ്റെ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഞാനെങ്ങനെയാണ് സ്നേഹിച്ചത്? എല്ലാം നിങ്ങൾക്കായി തന്ന് പങ്കുവെച്ച് പകുത്ത് എല്ലാം തന്ന് ശൂന്യനായി സ്വയം. എല്ലാം നിങ്ങൾക്ക് തന്നു ഞാൻ. എൻ്റെ ജീവനെപ്പോലും എൻ്റെ ശരീരത്തെപ്പോലും എൻ്റെ രക്തത്തെപ്പോലും നിങ്ങൾക്ക് തിന്നാൻ തന്നു ഞാൻ. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തിയില്ലല്ലോ. അതുപോലെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാത്തത്തോളം കാലം എനിക്ക് ഈശോയുടെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നുണയല്ലേ അത്? അതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ നുണയന്മാരും പിശാച് നിങ്ങളുടെ നുണയുടെ പിതാവായ പിശാചാണെന്നൊക്കെ പറയുന്ന കാരണം അതാണ്. നമ്മളെപ്പോഴും നുണയാണ് പറയുന്നത്. നമുക്ക് ശരിക്കും ഈശോയുടെ സ്നേഹമുണ്ടോ? ഈശോ എങ്ങനെ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്നൊക്കെ വെറുതെ പറയാം. കുരിശൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, ഒക്കെ ചെയ്യാം. ഈശോ എങ്ങനെ സ്നേഹത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഈശോയെ സക്രാരിക്ക് അകത്ത് വെച്ച് പൂട്ടും. എന്നിട്ട് ഈശോയോട് പറയും, ഈശോയെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് കണ്ടോളാം കേട്ടോ, കുർബാന സമയത്ത് എൻ്റെ കൂടെ പോരണ്ടാട്ടോ എന്ന് പറയും. ആ ഈശോയെ ദീപലിയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയെ, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഈശോയെ, നമ്മുടെ നാവിൽ സ്വീകരിക്കുന്ന ഈശോയെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? ചിന്തിക്ക്. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? അങ്ങനെയെങ്കിൽ വീടിൻ്റെ നാഥൻ ഈശോയായി മാറും. അങ്ങനെയെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഈശോയുടെ കൽപ്പന പാലിക്കാൻ ശ്രമിക്കും. എന്താണ് ഈശോയുടെ കൽപ്പന? ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കാനായിട്ട്. അതെ, അപ്പമായി പോലും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പകുത്തു കൊടുക്കാനുള്ള ഒരു മനോഭാവം. നമുക്കതുണ്ടോ എന്ന് ചിന്തിക്കാം. നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ, മുറിയപ്പെടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, നമ്മുടെ ഈ ജീവിതവും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം വെറും ജലരേഖകളായി മാറും എന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ബോധ്യപ്പെടുന്നത് അവസാനം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് മരണശൈലി കിടക്കുമ്പോഴാണ്. മരണശൈലി കിടക്കുമ്പോൾ ഇതെല്ലാം ഒരു ഫിലിമിൽ നിന്നുള്ള വരും. ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ചിന്ത വരും. എന്താണ് ചിന്ത? എൻ്റെ ജീവിതം പാഴായിപ്പോയി, എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി, ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും നേടിയില്ല. നിരാശയും കുറ്റബോധവും അതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും കുറേ കുർബാനയിൽ വെച്ചെന്ന് വിചാരിച്ചോ, അന്നേരം കുറേ ആളുകൾക്ക് ചോറ് കൊടുത്തെന്ന് വിചാരിച്ചോ, ആണ്ട് നേർച്ച നടത്തിയെന്ന് വിചാരിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു ക്രിസ്തീയ ജീവിതമാണ് എന്ന്. നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട കാലഘട്ടമായില്ലേ പ്രിയപ്പെട്ടവരെ? 2000 വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഈശോ വന്നിട്ട് ഈ ഭൂമിയിൽ? ഈശോ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ശരിക്കും ക്രിസ്ത്യാനികളായി ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഇന്ന് ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞേനെ. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരു സ്വർഗമായി മാറിയേനെ. സത്യത്തിൽ, വാസ്തവത്തിൽ അതാണ് ഈശോ വിഭാവനം കണ്ടത്. അതിനുവേണ്ടി ഈശോ ഇങ്ങോട്ട് വന്നത്, മനുഷ്യനായിട്ട് പിറന്നത്, പാടുപെട്ട് സഹിച്ചത്, കുരിശിൽ മരിച്ചത്, എല്ലാം തന്ന് ശൂന്യനായി സ്വയം ശൂന്യവൽക്കരിച്ച് ഈ ലോക ജീവിതത്തിലല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടതെന്നും പരലോക ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കണമെന്നും സ്വന്തം ജീവിതത്തോട് കാട്ടിത്തന്ന, വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു, 5 അപ്പം കൊണ്ട് 5000 വരെ തീറ്റി തൃപ്തിപ്പെടുത്തി, ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൊന്നുമല്ലെന്നും നമ്മൾ പ്രാധാന്യവും പ്രയോറിറ്റിയും കൊടുക്കേണ്ടത് ഈ അപ്പത്തിനും നമ്മുടെ വീഞ്ഞിനൊന്നും അല്ലെന്നും അതിനേക്കാൾ ഉപരി അത് പങ്കുവെക്കാനുള്ളതാണെന്നും നമ്മുടെ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഈശോ നമ്മളോട് പറയുകയായിരുന്നു, ജീവിതത്തോടെ കാണിച്ചു തരികയായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ വെറുതെ ധ്യാനിക്കും, പറയും, പ്രസംഗിക്കും. മറ്റു മതങ്ങളിലുള്ള മതനേതാക്കന്മാരെക്കാളും ഈശോയ്ക്കുള്ള പ്രത്യേകത അതാണ്. മറ്റു മതങ്ങളെല്ലാം ചെന്നെത്തുന്നത് ചിന്തയിലാണ്. നല്ല ചിന്ത, ധ്യാനത്തിലൂടെ ദൈവത്തെ ദർശിക്കുക. അതാണ് ധ്യാനത്തിലൂടെ ബോധജ്ഞാനം ഉണ്ടാവുക. അങ്ങനെ ബോധത്തെ ദൈവീകവൽക്കരിക്കുക. അതാണ് മിക്ക മതങ്ങളുടെയും സാരാംശം. പക്ഷേ ഈശോ അതല്ല പറഞ്ഞത്. ഈശോ ഈ ദൈവസ്നേഹത്തെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തതാണ്. പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അവിടെയാണ് ഈശോയുടെ ആ വ്യക്തിത്വം, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി, അതല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത അടങ്ങിയിരിക്കുന്നത്. മറ്റ് മത നേതാക്കളിൽ നിന്നും മറ്റ് മഹാന്മാരിൽ നിന്ന് ഈശോയെ വ്യത്യസ്തനാക്കുന്നത് ഇത് തന്നെയാണ്. പ്രവർത്തിക്കുക. നീ മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിക്കുക, പങ്കിട്, കൊടുക്ക്. നിനക്ക് കുരിശിൽ മരിക്കേണ്ടി വന്നാലും നീ മറ്റുള്ളവർക്ക് കൊണ്ട് മരിക്കുക. സഹോദരന് വേണ്ടി
സ്വയം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പഠിപ്പിച്ചത്. അല്ലാണ്ട് AC റൂമിലിരുന്ന് പാചകം പഠിക്കുന്ന അല്ല സ്നേഹമെന്ന്. കൂട്ടുകാരുമൊത്ത് വലിയ വലിയ പാർട്ടികൾ നടത്തി മദ്യം വിളമ്പി വിവിധതരം ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുത്ത് സൊറ പറയുന്നതോ അല്ലെങ്കിൽ കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്നതോ അല്ല യഥാർത്ഥ ആത്മീയ ജീവിതമെന്നും ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ പഠിപ്പിച്ചത് എങ്ങനെയാണ്? തിരുവത്താഴ സമയത്ത് ഈശോ താൻ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണെന്നറിയാം. ഒറ്റിക്കൊടുത്തവനെയും സ്നേഹിച്ചു. ശിഷ്യൻ എല്ലാവരെയും പോലെ തന്നെ സ്നേഹിച്ചു. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇവനെന്നെ ഒറ്റിക്കൊടുക്കും. ഉപേക്ഷിച്ചോ? നോക്ക്, ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. ദൈവത്തിനറിയാം. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിനറിയാം ഇവർക്കൊക്കെ തെറ്റ് പറ്റും എന്ന് വിചാരിച്ച് ദൈവം അവരെ വിളിക്കാതിരുന്നിട്ടില്ല. ദൈവത്തിനറിയാം സോളമനെ എത്ര ബുദ്ധി കൊടുത്താലും അവൻ അവസാനം ദൈവത്തെ തള്ളിപ്പറയുന്നത് ദൈവത്തിനറിയാം യൂദാസിനെ തിരഞ്ഞെടുത്തിരുമ്പോൾ അവൻ ഒറ്റിക്കൊടുക്കുമെന്നറിയാം. എന്നിട്ടും തിരഞ്ഞെടുത്തു. വീഴ്ചകളുണ്ടാവുമെന്ന് അറിയാം. ദാവീദിനെ രാജാവാക്കി, അറിയാം. ദാവീദിന് വീഴ്ചകൾ വരുമെന്നറിയാം. എന്നാലും തിരഞ്ഞെടുത്തു. നമ്മളെ ഈശോ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വീഴ്ചകൾ വരുമെന്നറിയാം. പക്ഷെ അവസാനം യേശുവിലേക്ക് തിരിയും എന്നുള്ള പ്രത്യാശയിലാണ് ഈശോ കാത്തിരിക്കുന്നത്. ഈശോ കാത്തിരിക്കുകയാണ്. എവിടെ? നമ്മുടെ ഹൃദയ കപാടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ മുട്ടിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാം. നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ തുറക്കാം. ഒരു വിചിന്തനം ചെയ്യാം, വീണ്ടും വിചാരം ചെയ്യാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാം, വിശദീകരിക്കാം. അതിന് ഒരിടത്ത് പോകണമെന്നൊന്നുമില്ല. നമ്മുടെ മുറിയിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. ആ കുരിശിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി. അതല്ലെങ്കിൽ പള്ളിയിലെ തിരുവോസ്തയുടെ മുമ്പിൽ ഇരുന്നാൽ മതി. സ്വയം ധ്യാനിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ വിശുദ്ധിയിലും വിനയത്തിലും എളിമയിലും ജീവിക്കുവാനും, അങ്ങനെ ഈശോ തന്നിട്ടുള്ളതെല്ലാം എൻ്റേതല്ലെന്നും ഈശോ നൽകിയതാണെന്നും എൻ്റെ നേട്ടമല്ലെന്ന് മനസ്സിലായിക്കൊണ്ട്, ഈശോ നൽകിയിരിക്കുന്നത് പങ്കുവെക്കാനാണെന്ന് മനസ്സിലായിക്കൊണ്ട്, അത് കാണുന്നവർക്കെല്ലാം അർഹത നമ്മളല്ല നോക്കേണ്ടത്. ഇപ്പം പലരും പറയും, നമ്മുടെ അടുത്ത് ഒരാൾ കൈ നീട്ടി വരും, പറയും അവൻ കള്ളനാ, അവനതുകൊണ്ട് കഞ്ചാവ് വലിക്കാനാ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറയും. അതൊക്കെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണമാണ്. നമ്മുടെ കയ്യിൽ ആര് കൈ നീട്ടിയാലും അവരുടെ മനസ്ഥിതി മനസ്സിലാക്കിയല്ല സഹായിക്കേണ്ടത്. ഈശോ 5 അപ്പം 5000 പേർക്ക് അത്ഭുതം ചെയ്ത് അവരെ തീറ്റിയപ്പോൾ അവരുടെ മനസ്സൊന്നും നോക്കിയില്ല. ചിലരുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നിരിക്കാം. ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്ന്. പക്ഷേ ചിലർ അത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഈശോ ഒന്നും നോക്കുന്നില്ല. ഈശോയ്ക്ക് അവരുടെ കരുണ തോന്നുന്നാ പറയുക. അങ്ങനെ നമുക്കും ആ കരുണ തോന്നാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉള്ളം തുറന്ന് പങ്കുവെച്ച് കൂട്ടായ്മയിലും സ്നേഹത്തിലും ഐക്യത്തിലും നമ്മൾ ജീവിക്കണം. പറയുകയല്ല വേണ്ടേ, ചിന്തിക്കുകയല്ല വേണ്ടേ, ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ, വളരാൻ അതിനുള്ള കൃപയും അനുഗ്രഹവും കർത്താവേ യേശുവിനെ നമുക്ക് നൽകട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും നമ്മളെ സഹായിക്കുകയും നമുക്ക് പ്രചോദനമായി തീരുകയും ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബവും ഒത്തിരി കുടുംബമായി മാറട്ടെ. ഈ ഭൂമി തന്നെ, ഈ ലോകം തന്നെ ഒരു മഹാ തിരുക്കുടുംബമായിട്ട് മാറ്റപ്പെടട്ടെ. അപ്പോഴാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള കർത്താവിൻ്റെ വചനം അത് പ്രാവർത്തികമാക്കപ്പെടുക. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ആരെങ്കിലും